വർക്കലയിൽ വിനോദസഞ്ചാരി ക്രൂരമർദ്ദനത്തിനിരയായി. ആദ്യമായിട്ടല്ല ഇവിടെ ഒരാൾക്ക് മർദ്ദനമേൽക്കുന്നത്. മുമ്പും ഇതിന് സമാനമായ സംഭവങ്ങൾ ഇവിടെ അരങ്ങേറിയിട്ടുണ്ട്. സുഹൈൽ എന്ന വ്യക്തിക്കാണ് ഇത്തരത്തിൽ ഒരു ദുരനുഭവം നേരിട്ടത്. ഹലോ, വിസ്മയ ന്യൂസ് അല്ലേ? എൻ്റെ പേര് സുഹൈൽ എന്നാണ് പേര്. ഞാനിവിടെ വർക്കല ഒരു റിസോർട്ട് നടത്തുമായിരുന്നു. ഞാൻ ഇന്നിപ്പോൾ ഒരു ന്യൂസ് കണ്ടിരുന്നു. ഇവിടെ വർക്കലയിൽ ഒരു ഫോറിനറിനെ ഇവിടുത്തെ വാട്ടർ സ്പോർട്സ് നടത്തിപ്പുകാർ ചേർന്ന് തല്ലി എന്നുള്ളത് ഇതിവരുടെ സ്ഥിരം പരിപാടിയാണ്. ഞാനും അതിനൊരു ഇരയാണ്. ഞാൻ ഏകദേശം ഒരു വർഷം ആവാറായി എന്ന് തോന്നുന്നു. ഒരു വർഷം ആവാറായി. ഞാനിവിടെ റിസോർട്ട് നടത്തുവാണ്. ഞാനും ഇവിടെ എൻ്റെ കുറച്ച് ഗസ്റ്റിനെയും കൊണ്ട് ഞാനവിടെ പോയിരുന്നു. അവിടെ ഗസ്റ്റ് വാട്ടർ സ്പോർട്സിന് ഇറങ്ങുന്നതിനിടെ ലേഡീസ് ഉൾപ്പെടെയുള്ള ഗസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇവർ വാട്ടർ സ്പോർട്സിനായിട്ട് ടിക്കറ്റ് എടുക്കുന്നതിനിടെ ഈ സ്ഥാപനത്തിൽപ്പെട്ട ഒന്ന് രണ്ട് പേര് നമ്മുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുകയും ചീത്ത വിളിക്കുകയും അവസാനം ദേഹോപദ്രവം ചെയ്യുകയും എന്നെ ഒരു പത്തോളം പേര് ചേർന്ന് മർദ്ദിക്കുകയും ചെയ്തിരുന്നു. അന്ന് ഞാൻ അതിനെതിരെ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. പക്ഷേ എനിക്ക് അതിനെതിരെ യാതൊരുവിധ നടപടിയും അവരെടുത്തില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരു മാസം മുന്നേ എനിക്ക് ആ കേസ് ഡിസ്ക്ലോസ് ആയി എന്നും പറഞ്ഞിട്ടൊരു മെസ്സേജ് വരികയും ചെയ്തു. ആ കേസിനെ പറ്റി ഒരു അന്വേഷണമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു സ്ഥാപനം നടത്തുന്നത് പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ് വെച്ചിട്ടായിരുന്നു എന്നാണ് അന്ന് ഞാൻ അറിഞ്ഞത്. ഇപ്പോൾ ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. അവർ ആ സമയത്ത് രണ്ട് വാട്ടർ സ്പോർട്സുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും ഉണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മളുമായിട്ട് അന്ന് തർക്കം ഉണ്ടാവുകയും എന്നെ 10ഓളം പേര് ചേർന്ന് മർദ്ദിക്കുകയും ചെയ്തത്. ഈ ഫോട്ടോയിൽ കാണുന്ന ഇവർ രണ്ടുപേരുമാണ് തുടക്കത്തിൽ മർദ്ദിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവരെ കൂട്ടത്തിൽപ്പെട്ട ബംഗാളികൾ ഉൾപ്പെടെ അന്ന് ഇവന്മാരൊരു 3-4 മലയാളികളും ബംഗാളികൾ എനിക്ക് തോന്നുന്നൊരു 7 പേരുണ്ടായിരുന്നു. മൊത്തം 10-ലധികം ആൾക്കാരുണ്ടായിരുന്നു. 10-12 പേര് ഇരുന്നാണ് എന്നെ തല്ലിയത്. ഞാനന്ന് ഈ കേസ് കൊടുക്കാനായിട്ട് 4 തവണയോളം ഞാൻ ആ സ്റ്റേഷനിൽ കയറി. ഓരോ തവണ ചെല്ലുമ്പോഴും SI ഇല്ല, CI ഇല്ല എന്നും പറഞ്ഞ് എന്നെ കറക്കി അവസാനം പരാതി എഴുതി കൊടുത്തവർ മേടിച്ചു. എന്നിട്ട് അവർ കംപ്ലൈൻറ്റ് എഴുതി റെസിപ്റ്റ് തരാൻ തയ്യാറായില്ല. റെസിപ്റ്റ് തരാതിരുന്നിട്ട് ഏറ്റവും ലാസ്റ്റ് പിന്നെ വീണ്ടും വീട്ടുകാരൊക്കെ വന്ന് എല്ലാവരും കൂടെ വന്ന് സംസാരിച്ചതിന് ശേഷമാണ് വേറെ സ്റ്റേഷനിൽ നിന്നൊക്കെ ഒരു CIനെ കൊണ്ട് വിളിച്ച് പറയിച്ചതിന് ശേഷമാണ് അവർ കേസ് എടുത്തിട്ട് റെസിപ്റ്റ് തന്നത്. കാരണം അന്നത്രയും മർദ്ദിച്ചിട്ട് അതിൽ വേണ്ടപ്പെട്ട നടപടികളൊന്നും ഉണ്ടായില്ല. അപ്പം ഇപ്പം ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് അന്നത്തെ എൻ്റെ സിറ്റുവേഷനാണ് ഓർമ്മ വന്നത്. കാരണം ഇവർക്ക് ഈ ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ആൾക്കാരെ അടിച്ച് ഇതാക്കുക എന്നുള്ളൊരു ഇതിലാണ് അവരുടെ ബിസിനസ് ഇപ്പം നിലവിലവർ നടത്തുന്നത്. കഴിഞ്ഞ ജനുവരിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പോൾ 10 മാസവും കഴിഞ്ഞു. നിലവിലിപ്പം കേസിൽപ്പെട്ടിരിക്കുന്നതും ഇതേ സ്ഥാപനമാണെന്നാണ് ഞാൻ കേട്ടത്. എനിക്കിതിൽ ആധികാരികമായി എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ ഈ വാട്ടർ സ്പോർട്സ് നടത്തുന്നതിൽ ഇവർ തന്നെയാണ് മെയിനായിട്ട്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. ഇപ്പം ഈ ഇന്നത്തെ കേസിൽ ഇവർ തന്നെയാണോ ഞാൻ ഏത് കമ്പനിയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ആ കമ്പനിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ ഈ ന്യൂസിൻ്റെ ചാനലിൽ കോൺടാക്ട് ചെയ്ത് ഞാനതൊന്ന് അപ്ഡേറ്റ് ചെയ്തത്.